കോവളം ബീച്ച് വന്നിരിക്കുകയാണേ. ഇത് കുറച്ചു നേരം ഇവിടെ തിരമാലകളും ബോട്ടും കണ്ടിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നല്ല സന്ധ്യാസമയം ആവുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. സന്ധ്യയാണ്. സൂര്യൻ ഏതായാലും അസ്തമിച്ചു, അതുകൊണ്ട് സൂര്യാസ്തമയം കിട്ടിയില്ല. സായിപ്പന്മാരും മദാമ്മയിലുണ്ട്. നല്ല തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താ നല്ല തിരമാലകളുണ്ടാ അടുപ്പിച്ച് വരുന്നു. കുറച്ച് അങ്ങ് ദൂരെ ബോട്ടുണ്ട്. ബോട്ട് കുറേ എണ്ണം ദൂരെ ലൈറ്റിലിട്ടിട്ട്, കുറേ ലൈറ്റ് ഇടാതിരിക്കുന്നുണ്ട്, കുറേ ലൈറ്റ് ഇട്ടതുണ്ട്. ലീല റാബീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇങ്ങനെ മേളിൽ കാണുന്നുണ്ട് ലൈറ്റൊക്കെ ആയിട്ട്. വലിയ ഹോട്ടലാണ്, നമ്പർ 1 ഹോട്ടലാണ്. നമ്മളെ പ്രധാനമന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് താമസിക്കാമെന്നാണ് പറഞ്ഞത്. നല്ലൊരു ഹോട്ടല്. തിരുവനന്തപുരം ബീച്ച്, കോവളം ബീച്ച്, തിരുവനന്തപുരം കോവളം ബീച്ച്. ഇത് ബോട്ട് കാണാം, കരക്ക് കയറ്റി വെച്ച ബോട്ട് കാണാം. ആരുമില്ല, കയറ്റി വെച്ചിരിക്കുകയാണ്. കുറേ ബോട്ടുണ്ട്. കരക്ക് കയറ്റി വെച്ചിട്ടുള്ളത്. വൈകുന്നേരം സന്ധ്യയില്ല, അതുകൊണ്ടായിരിക്കും. നല്ല തിരമാലകളാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റും, കുറച്ച് അധികം ആഴമില്ല. ഒരുപാട് കുട്ടികളെല്ലാം വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട്. അധികം തിരമാലകളില്ല. ചെറിയ ചെറിയ ബോട്ടെല്ലാം മൂടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അമ്മ ഇങ്ങനെ മൂടി വെച്ചിന്, എല്ലാം മൂടി കെട്ടി വെച്ചിട്ടുള്ളത് കണ്ട. കുറേ ബോട്ടുണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട്. ഫിഷിംഗ് ബോട്ടാണ്, ചെറിയതാണ്. ലൈറ്റ് ഹൗസ് കാണാം. കുറച്ച് അങ്ങോട്ട് പോകണം, ലൈറ്റ് ഹൗസ് ആണ്. അത് ശരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നില്ല, എന്നാലും എന്താ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ്